എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 15-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ തൃശ്ശൂരിൻ്റെ ഹൃദയമിടിപ്പായ കേരളത്തിലെ ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെതാണ്. ഐതിഹ്യപ്രകാരം വടക്കുംനാഥ ക്ഷേത്രം നിർമ്മിച്ചത് പരശുരാമനാണ്. ക്ഷത്രിയ നിഗ്രഹണത്തിന് ശേഷം പരശുരാമൻ താൻ പിടിച്ചടക്കിയ ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകി. തുടർന്ന് തനിക്ക് തപസ് ചെയ്യാനായി അദ്ദേഹം വരുണദേവനെ പ്രാർത്ഥിച്ച് കടലിൽ നിന്നും ഒരു ഭാഗം വീണ്ടെടുത്തു. അതാണ് നമ്മുടെ കേരളം. പുതുതായി ഉണ്ടായ ഈ നാടിൻ്റെ സംരക്ഷണത്തിനായി പരശുരാമൻ കൈലാസത്തിൽ ചെന്ന് പരമശിവനോട് പ്രാർത്ഥിച്ചു. ഭക്തന്റെ പ്രാർത്ഥന കേട്ട് ശിവൻ പാർവതീദേവിയോടും ഗണപതിയോടും സുബ്രഹ്മണ്യനോടുമൊപ്പം കേരളത്തിലേക്ക് എഴുന്നള്ളി. അവർ ആദ്യം വന്നിറങ്ങിയത് ഇന്നത്തെ തൃശ്ശൂരിലാണ്. ആ ചൈതന്യം അവിടെയുള്ള ഒരു പേരാൽ ചുവട്ടിൽ സ്വയംഭൂവായി ലിംഗരൂപത്തിൽ നിലകൊണ്ടു. ആ വടക്കുള്ള നാഥനെയാണ് വടക്കുംനാഥൻ എന്ന് വിളിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അവിടുത്തെ ശിവലിംഗമാണ്. പുറത്തുനിന്ന് നോക്കിയാൽ നമ്മളൊരു ശിവലിംഗം കാണില്ല, പകരം ഒരു നെയ്മല മാത്രമാണ് കാണുക. പരശുരാമൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ശേഷം ഭഗവാന്റെ ദാഹം ശമിപ്പിക്കാനായി നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്തു എന്നാണ് കഥ. നൂറ്റാണ്ടുകളായി ദിവസവും ഇവിടെ നെയ്യഭിഷേകം നടക്കുന്നുണ്ട്. എന്നാൽ ഈ നെയ്യ് ഒരിക്കലും ഉരുകിപ്പോവുകയോ ചീഞ്ഞു പോകുകയോ ചെയ്യാറില്ല. വേനൽക്കാലത്ത് പോലും ഇത് ഉരുകില്ല എന്നത് വലിയൊരു വിസ്മയമാണ്. ഈ നെയ്മലയ്ക്ക് ഏകദേശം 10 അടിയിലധികം ഉയരമുണ്ട്. എത്രയോ കാലത്തെ നെയ്യ് അടിഞ്ഞുകൂടിയാലും ഇതിൽ ഈച്ചയുറുമ്പ് വരാറില്ല എന്നതും ഇതിൻ്റെ ദിവ്യത്വമായി കണക്കാക്കുന്നു. ഈ നെയ്യ് കഴിക്കുന്നത് രോഗശാന്തിക്ക് ഉത്തമമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. വടക്കുംനാഥനൊപ്പം ശങ്കരനാരായണനും ശ്രീരാമനും പാർവതീദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ മംഗല്യസിദ്ധിക്കായുള്ള പിൻവിളക്ക്, വിദ്യാലാഭത്തിനായുള്ള തുമ്പപ്പൂ സമർപ്പണം, ശിവന്റെ ഭൂതഗണമായ സിംഹോദരൻ തറയിലെ കൈകൊട്ടൽ തുടങ്ങി തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങളും പ്രദക്ഷിണക്രമങ്ങളുമുണ്ട്. ശിവന്റെ ഊര് എന്ന അർത്ഥത്തിലാണ് ഈ സ്ഥലത്തിന് തിരുശിവപ്പേരൂർ എന്ന് പേര് വന്നത്. അത് കാലക്രമേണ ലോപിച്ചാണ് ഇന്നത്തെ തൃശ്ശൂരായി മാറിയത്. വടക്കുംനാഥനെ കേന്ദ്രീകരിച്ചാണ് തൃശ്ശൂർ നഗരം മുഴുവൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ പ്രാണനും പ്രൗഢിയുമായ തൃശ്ശൂർ പൂരം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കമിട്ട ജാതിമതഭേദമന്യേ ലക്ഷക്കണക്കിന് മനുഷ്യർ നെഞ്ചിലേറ്റുന്ന ലോകപ്രശസ്തമായ ഒരു ജനകീയ മഹോത്സവമാണിത്. മേടമാസത്തിലെ പൂരനാളിൽ വടക്കുംനാഥ ക്ഷേത്ര മൈതാനമായ തേക്കിൻകാട്ടിൽ അരങ്ങേറുന്ന ഈ പൂരത്തിന് തലേ ദിവസം നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിയ ഗജവീരൻ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറക്കുന്ന ചടങ്ങോടെയാണ് ഔദ്യോഗിക വിളംബരമാകുന്നത്. പൂരം നാളിൽ തിരുവമ്പാടി, പാറമ്മേക്കാവ് എന്നീ പ്രധാന വിഭാഗങ്ങളും 8 ഘടകപൂരങ്ങളും അണിനിരക്കുന്നതോടെ തൃശ്ശൂർ നഗരം നാദവിസ്മയത്തിൽ ലയിക്കുന്നു. കേൾവിക്കാരെ ആനന്ദനൃത്തം ചവിട്ടിക്കുന്ന മടത്തിൽ വരവ് പഞ്ചവാദ്യവും വടക്കുംനാഥന്റെ ഇലഞ്ഞിമരച്ചുവട്ടിൽ 100-ലധികം വാദ്യകലാകാരന്മാർ തീർക്കുന്ന വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളവും, തെക്കേ ഗോപുരത്തിന് മുന്നിൽ ഗജവീരന്മാരുടെ മുകളിൽ വർണ്ണക്കുടകൾ മാറി മാറി നിവർത്തുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കുടമാറ്റവും, ആകാശത്ത് വിസ്മയം തീർക്കുന്ന പുലർക്കാല വെടിക്കെട്ടും ഈ ഉത്സവത്തിൻ്റെ ആവേശ കാഴ്ചകളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒത്തുകൂടുന്ന സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നാണിത്. പൂരം കഴിഞ്ഞ് ഉപചാരം ചൊല്ലിപ്പിരിയുമ്പോൾ വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരവാതിൽ അടയ്ക്കും. അടുത്ത പൂരത്തിന് മാത്രമേ പിന്നെ ആ വാതിൽ തുറക്കൂ. തൃശ്ശൂർക്കാർക്ക് വടക്കുംനാഥൻ എന്ന് പറഞ്ഞാൽ വെറുമൊരു അമ്പലമല്ല, അവരുടെ അഭിമാനമാണ്, ജീവനാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 16-ാം ദിവസമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.